ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നമ്മുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 2-2.5 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു 6 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് അതിലിട്ടിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഒരു പ്ലേറ്റ് ചോറിനുള്ളതാണ് ഉപ്പ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളകിന് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 2 കോഴിമുട്ട ആവശ്യമുണ്ട്. അപ്പോൾ കോഴിമുട്ട ഉടച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കോഴിമുട്ട ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കിയിട്ട് നമുക്കൊരു ഉപ്പേരിയുടെ പരുവത്തിലങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ കോഴിമുട്ട നന്നായിട്ടൊന്ന് വെന്ത് ഇതുപോലെ വേറിട്ട് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പ്ലേറ്റ് ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ നന്നാക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നതിന് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.